ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷൻ. ഇത് ഞാൻ നിങ്ങൾക്കൊരു സ്വിമ്മിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലുള്ള ബോൾ ഫ്രോക്ക്, ഹെവി ആയിട്ടുള്ള ഫ്ലെയർ ആയിട്ടുള്ള ബോൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം എങ്ങനെയാണ് അതിൻ്റെ ബോട്ടം പാർട്ട് നമുക്ക് ബേബീസിനൊക്കെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെയൊക്കെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ഓൾറെഡി 2 ഇയേഴ്സ് മുമ്പേ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. നമ്മളിതുപോലെ 3 ലെയേഴ്സാണ് കേട്ടോ ബോട്ടം പാർട്ടിൽ നെറ്റ് ഫാബ്രിക് വരുന്നത്. അതിൽ 3ലും ഇതുപോലെ വോണിങ് നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ 3 ലെയേഴ്സും ഒരുപോലെ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്താക്കും, ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ആണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഫ്ലെയർ നമ്മൾ ഗ്യാദേഴ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്യാദേഴ്സ് ചെയ്തതിന് ശേഷം നമുക്ക് 3 ഫാബ്രിക്സും ഒന്നിച്ചിട്ടാണ് നമ്മൾ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് എത്ര മീറ്ററിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മിനിമം 3 മീറ്ററിലെങ്കിലും ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫ്ലെയർ കൂട്ടിയെടുക്കാം കേട്ടോ. നമ്മളിത് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ, അതായത് നമ്മൾ ഇൻസൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് നേരെ നമ്മൾ നല്ല വശത്താണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആദ്യം സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബോണിങ് നെറ്റൊക്കെ ഒരുപോലെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒരുപോലെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ലെവലാക്കിയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഫാബ്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് കൂടെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും അടുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ എക്സ്ട്രാ ഫാബ്രിക്സും ബോണിങ് നെറ്റൊക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഈ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് ഫ്രോക്കിൻ്റെ അല്ലെങ്കിൽ ബോട്ടം പാർട്ടിലെ നല്ല വശത്തേക്കാണ് കേട്ടോ. അതായത് പുറത്തേക്ക് കാണുന്ന വശത്തേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ റോങ് സൈഡിലേക്ക്, ഫാബ്രിക്സിൻ്റെ റോങ് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള എക്സസ് ഫാബ്രിക്സൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസൈഡ് വരുന്ന സ്റ്റിച്ച് വരുന്നത്. ഇത് നമ്മൾ ഫ്രണ്ട് സ്റ്റിച്ചിങ് കേട്ടോ പറയുക ഈ ഒരു സ്റ്റിച്ചിങ്ങിനെ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ നെറ്റ് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓർഗൻസ, നെറ്റ് ഫാബ്രിക്, ഇങ്ങനെയുള്ള ഫാബ്രിക്സൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും ഫ്രോക്കിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവുക. നമ്മൾ എവിടെയാണെങ്കിലും ബോഡി പാർട്ടിലാണെങ്കിലും സ്ലീവിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു സ്വിങ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊന്നും ഹേർട്ട് ചെയ്യില്ല. എന്തായാലും ആ ഒരു ബോണിങ് നെറ്റ് നമുക്ക് എവിടെയും ടച്ച് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ബാഡായിട്ട് ഫീൽ ചെയ്യില്ല. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.